ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് തൃശ്ശൂർ ജില്ലയിലെ ഓട്ടുപാറ വടക്കാഞ്ചേരിയിൽ പണിത് കൊടുക്കുന്ന വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് ഏകദേശം റെഡി ആയിട്ടുണ്ട്, പണി തീരാറായി. അപ്പോൾ ഈ ഒരു സംഘടന സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷം ആവണുള്ളൂ. അതിനുള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സോറി, ഞാനതിൻ്റെ അതിൽ മെമ്പറൊന്നുമല്ല, എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അതിലൊരു അംഗം. അപ്പോൾ അവർ 8-9 പേരാണ് ഈ ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ വീടിന് അർഹതപ്പെട്ട ആ ചേച്ചിയുടെ വാക്കുകളിൽ കിടപ്പിലാണ്. കാലിന് 5 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ഹ്യൂമാനിറ്റി ചാരിറ്റി ആൾക്കാർ വന്ന് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഒരു വീട് ഞങ്ങൾക്ക് അവർ പണിത് തരികയാണ്. അപ്പോൾ അതിൽ വലിയ സന്തോഷത്തിലാണ്. ഇപ്പം ഞങ്ങൾ അത്രയും വിഷമിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ് വാടക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ആ അവസ്ഥയിൽ എവിടെ പോകും എന്നറിയാത്ത അവസ്ഥയിലാണ് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നത്. അവർ വന്ന് നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വന്നു. ഇത്രയും ഉപകാരങ്ങൾ ചെയ്തപ്പോൾ ഞാൻ സൺസൈഡ് വരെ എത്തി, അത്രയും ആയി. അപ്പോൾ അവരോട് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അവരെല്ലാവരും കൂടെ ഉണ്ട്. എന്താ പറയണ്ടെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ ഒരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് റെക്കോർഡ് എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ വീടിൻ്റെ പണി, ഇതൊക്കെ മുമ്പ് എടുത്തിട്ടുള്ള പിക്ചറുകളാണ്. പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ പോയി ഹെൽപ്പ് ചെയ്യാനൊക്കെ പോയപ്പോൾ എടുത്തിട്ടുള്ള പിക്ചറുകളാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ വീടിൻ്റെ പണി മുഴുവനായിട്ട് പൂർത്തിയാവാറായിട്ടുണ്ട്. ഇനി അധികം വൈകാതെ തന്നെ ആ താക്കോല് ആ കുടുംബത്തിന് കൈമാറും. അപ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷമാണ് ഇതൊക്കെ. ഇനിയും ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടാവും. സ്വന്തമായിട്ടൊരു വീടെന്ന് പറഞ്ഞ സ്വപ്നമൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. കാരണം നമുക്കറിയാം ഒരു വീട് പണിയാൻ തന്നെ നമുക്ക് എത്ര രൂപയാവുന്നു. അപ്പോൾ അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി പോലും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സ്വന്തമായിട്ടൊരു വീടെന്നുള്ള സങ്കല്പം സ്വപ്നം മാത്രമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എല്ലാവരും ആഗ്രഹമാണ് ഒരു 4 ചുമരിനുള്ളിൽ, ഒരു സുരക്ഷിതത്വത്തിനുള്ളിൽ സ്വന്തം മക്കളെ കിടത്തി ഉറക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സംഘടന താങ്ങാവട്ടെ, തണലാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഘടനയിലുള്ള എല്ലാവരും തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീട് പണി പൂർത്തിയാക്കുന്നത്. പിന്നെ കൂടാതെ തന്നെ പുറമേ നിന്നുള്ള അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിന് വേണ്ടി സാമ്പത്തികമായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഓരോ മെമ്പേഴ്സും, കമ്മിറ്റി അംഗങ്ങളും, സെക്രട്ടറി ആയാലും പ്രസിഡൻ്റ് ആയാലും അവരവരുടെ ജോലി കളഞ്ഞിട്ട് വരെ, അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വരെ ചില രീതിയിൽ വീടിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീട് ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകാതെ തന്നെ അവർക്ക് താക്കോല് കൈമാറുന്നതാണ്. ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടനയിലെ സെക്രട്ടറി, പ്രസിഡൻറ്റ്, ട്രഷറർ, അങ്ങനെ എല്ലാവരും, പിന്നെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഒരുപാട് എന്താ പറയുക, എത്ര സന്തോഷം സ്നേഹം പറഞ്ഞാലും മതിയാവില്ല. അത്ര ആത്മാർത്ഥമായിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. താങ്ക് യു.